Dear students, welcome to Maths class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പേജ് 24 and 25 ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, the eighth term of an arithmetic sequence is 12 and its 12th term is 8. What is the algebraic expression for this sequence? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 8th ടേം 12ഉം ആൻഡ് 12th ടേം 8ഉം ആണെങ്കിൽ വാട്ട് ഈസ് ദി ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദിസ് സീക്വൻസ്? ഈ സീക്വൻസിനുള്ള ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ എഫും ഡിയും അറിഞ്ഞിരിക്കണം. അപ്പോൾ രണ്ട് പൊസിഷനിലുള്ള ടേംസ് തന്നാൽ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കോമൺ ഡിഫറൻസ് കാണുന്നു. ഇതിൽ രണ്ട് ടേംസ് വന്നിട്ടുണ്ട്. എക്സ് 8 ഈസ് ഈക്വൽ ടു 12 ആൻഡ് എക്സ് 12 ഈസ് ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് 8 മൈനസ് 12 ഡിവൈഡ് ബൈ 12 മൈനസ് 8 ദാറ്റ്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു 8 12 12 8 5 3 3 5 അങ്ങനെയാണ് നമ്പേഴ്സ് വരുന്നതെങ്കിൽ ഓൾവേസ് യു ഗെറ്റ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഇവിടെയും നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? -1 തന്നെയാണ്. ഇനി ഫസ്റ്റ് ടേം കാണുന്നു. ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു വി നോ 8th ടേം, therefore 8th ടേം മൈനസ് 7 കോമൺ ഡിഫറൻസ്. ഓക്കെ, 7d. സോ 7 ഇൻറ്റു -1 common difference is -1. okay, so -1 into -7 will become +7. So 12 plus 7 is equal to 19. Thus we get first term is equal to 19 and common difference d is equal to -1. okay, next algebraic expression ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ algebraic expression കാണാനുള്ളത് ഫോർമുല xn is equal to dn plus f minus d. d -1 ആണ്. അപ്പോൾ -1 into n plus 19 minus d is -1. okay, this minus is for this sign. okay, negative minus d, therefore minus, and d is -1, therefore again negative, and negative becomes positive. So 19 plus 1 കിട്ടും. 19 plus 1 is 20. okay, -1 into n, -n. so -n plus 20, or we can write 20 minus n. ഓക്കെ, ഈ പോസിറ്റീവ് ടേം ഫസ്റ്റ് എഴുതുന്നു, അതിന് ശേഷം ഈ ടേം എഴുതുന്നു. അപ്പോൾ 20 മൈനസ് എൻ എന്ന് കിട്ടും. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? 20 മൈനസ് എൻ ആണ്. ഇനി ഇവിടെ എന്നിന് പകരം 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും, 2 കൊടുത്ത സെക്കൻഡ് ടേം കിട്ടും, അങ്ങനെയാണ്. ഓക്കെ, നമുക്കറിയുന്ന ടേം ഏതാണ്? എക്സ് 8 ആണ്. അപ്പോൾ ഇവിടെ 8 കൊടുത്തു കഴിഞ്ഞാൽ 20 മൈനസ് 8 ഈസ് ഈക്വൽ ടു 12. ഓക്കെ, അപ്പോൾ എക്സ് 8 ഈസ് ഈക്വൽ ടു 12 നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് എക്സ് 12 ഈസ് ഈക്വൽ ടു 8 എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്നിന് പകരം 12 കൊടുത്താൽ 20 മൈനസ് 12 ദാറ്റ്സ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ? എക്സ് എൻ ഈസ് ഈക്വൽ ടു 20 മൈനസ് എൻ ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഒരു വേർഡ് പ്രോബ്ലം 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അവിടെ പറയുന്നത് എന്താണ്? ഒരു പക്ഷി പറയുന്നത് ഞങ്ങളും ഞങ്ങളുടെ പകുതിയും അതിൻ്റെ പകുതിയും ഒന്നും ചേർന്നാൽ 100 ആവും എന്നാണ് 8ാം ക്ലാസ് പഠിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെ 100 ആവും എന്നല്ല പറയുന്നത്. അതിന് പകരം ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? we and we again together with half of us and half of that and one more is a natural number എന്നാണ് പറയുന്നത്. അവിടെ 100 എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ എന്നാണ്. ബാക്കിയുള്ള എല്ലാ കാര്യവും സെയിം ആണ്. ദർ ഈസ് നോ ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഓൾ ദ പോസിബിൾ നമ്പർ ഓഫ് ബേർഡ്സ്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ദി ലീസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബേർഡ്സ് ആകാൻ പറ്റുന്ന നമ്പേഴ്സ്, അതായത് ഞങ്ങളും ഞങ്ങളുടെ പകുതിയും അതിൻ്റെ പകുതിയും ഒന്നും ചേർന്നാൽ ഒരു നാച്ചുറൽ നമ്പർ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു എണ്ണം ഉണ്ടല്ലോ, ഞങ്ങളെ സൂചിപ്പിക്കുന്ന എണ്ണം, അത് ഏറ്റവും ചെറുത് എത്രയാവാം? ഞങ്ങളാവാൻ പറ്റുന്ന നമ്പേഴ്സ് ഇപ്പോൾ കുറേ എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലേറ്റവും ചെറുത് ഏത്?
പിന്നെ അതിനേക്കാൾ വലുത് എന്നുള്ളത് ആ ഓർഡറിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതാണ് റൈറ്റ് ഓൾ ദ പോസിബിൾ നമ്പർ ഓഫ് ബേർഡ്സ് സ്റ്റാർട്ടിങ് ഫ്രം ദ ലീസ്റ്റ് എന്ന് പറയാൻ കാരണം. ഓക്കെ, പിന്നെ ഫോർ ഈച്ച് ഓഫ് ദീസ് റൈറ്റ് ദ സം ടോൾഡ് ബൈ ദ ബേർഡ് ഓൾസോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓരോ നമ്പറിനും, ഞങ്ങളെ സൂചിപ്പിക്കുന്ന ഓരോ നമ്പറിനും ടോട്ടൽ നമ്പർ എത്രയാണെന്ന് കൂടി എഴുതണം. ഇവിടെ ടോട്ടൽ നമ്പർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ. ബേർഡ് പറഞ്ഞല്ലോ ഞങ്ങളും ഞങ്ങളുടെ പകുതിയും അതിൻ്റെ പകുതിയും ഒന്നും ചേർന്നാൽ ഒരു നാച്ചുറൽ നമ്പർ ആവുന്നതല്ലേ. അപ്പോൾ ആ നാച്ചുറൽ നമ്പറാണ് ഇവിടെ സമ്മ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് നമ്പർ, ഞങ്ങളെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സിൻ്റെ കൂട്ടത്തിലുള്ള ഏറ്റവും ലീസ്റ്റ് നമ്പർ കൊടുക്കുമ്പോൾ കിട്ടുന്ന നാച്ചുറൽ നമ്പർ ഏത്, രണ്ടാമത്തെ നമ്പർ കൊടുക്കുമ്പോൾ കിട്ടുന്ന നാച്ചുറൽ നമ്പർ ഏത്, അങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സും നമ്മൾ കാണണം. ഓക്കെ, അപ്പം ഞങ്ങൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പക്ഷികളുടെ എണ്ണം, അതിനെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സും അതിനനുസരിച്ച് കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ്, അതാണ് സം എന്ന് പറയുന്നത്. അതും ഇത് രണ്ടും സൂചിപ്പിക്കുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതണം. അതിനുശേഷം ഫൈൻഡ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദീസ് ടു സീക്വൻസസ്. ഈ രണ്ട് സീക്വൻസസിൻ്റെയും ഓൾജിബ്രായിക് എക്സ്പ്രഷനും നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ബേർഡ്സ് എന്ന് എടുക്കുക. ഇപ്പം ഞങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷികൾ. ഇപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 5 പേരാണോ 10 പേരാണോ 15 പേരാണോ 20 പേരാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ആ എണ്ണത്തെ എന്ത് ചെയ്യുക? എന്ന് എടുക്കുക. പിന്നെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പകുതിയും അതിൻ്റെ പകുതിയും ഒന്നും ചേർന്നാൽ നാച്ചുറൽ നമ്പർ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നാണെങ്കിൽ ഞങ്ങളും വി ആൻഡ് വി അഗെയിൻ. ഓക്കെ, അതാണ് n+n. ഞങ്ങളുടെ പകുതി, അപ്പോൾ n/2. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ n/2ൻ്റെ പകുതി. n/2ൻ്റെ പകുതി എത്രയാണ്? n/4 ആണ്. പകുതി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ n/2 ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പോൾ എന്താവും? n/4 ആവും, +1. ഓക്കെ, ഏതൊരു നമ്പറിൻ്റെ ഹാഫ് കിട്ടാൻ, ഇപ്പോൾ 4 ആയിരിക്കുക, 4ൻ്റെ ഹാഫ് കിട്ടാൻ എന്ത് ചെയ്യുക? 4 × 1/2. അപ്പോൾ എത്രയായി മാറും? 2 ആയി മാറും. അതേപോലെ 1/2ൻ്റെ ഹാഫ് കിട്ടണമെങ്കിൽ നമ്മൾ 1/2നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 1ഉം ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 4ഉം കിട്ടും. അപ്പോൾ 1/2ൻ്റെ ഹാഫ് എത്രയാണെന്ന് ചോദിച്ചാൽ 1/4 ആണ്. ഇനി 1/3ൻ്റെ ഹാഫ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? 1/3നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 1 1, 3 × 2 = 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1/3ൻ്റെ ഹാഫ് എത്രയാണ്? 1/6 ആണ്. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെ ഹാഫ് കിട്ടാൻ നമ്മൾ മൾട്ടിപ്ലൈ ബൈ ഹാഫ് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ n/2ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ n/4 ആണ്. പിന്നെ +1. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള എല്ലാ നമ്പേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് നോക്കുക. പിന്നെ അതിന് കൂടെ ഒരു 1ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ n എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് n × 1 ആണ്. ഇവിടെ n × 1 ആണ്. ഇവിടെ n/2 എന്ന് പറഞ്ഞാൽ n × ഹാഫ് ആണ്. ഓക്കെ, ഇവിടെ n/4 എന്ന് പറഞ്ഞാൽ n × 1/4 ആണ്. അപ്പോൾ ഈ 4 ടേംസിലും n കോമൺ ഫാക്ടറാണ്. അപ്പോൾ n അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമ്പേഴ്സ് മാത്രം ആഡ് ചെയ്യാം. എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന നമ്പറിൻ്റെ കൂടെ ഒരു എണ്ണം കൂടെ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ സമ്മ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 1 + 1 2. ഇവിടെ ഹാഫ് ഉണ്ട്, ഇപ്പോൾ 2 + ½ 2.5. ഇവിടെ 1/4 ഉണ്ട്. അപ്പോൾ 2.5 + 1/4 എത്രയായി? 2 3/4 ആയി. അപ്പോൾ ഈ 2 3/4 ആണ് ഇവിടെ കിട്ടുന്ന നമ്പർ. പിന്നെ ഇവിടുന്ന് നമ്മൾ തൽക്കാലം മാറ്റി വെച്ച n അതിൻ്റെ കൂടെ എഴുതിയാൽ 2 3/4 n എന്ന് കിട്ടി. ഓക്കെ, പിന്നെ +1. ഇതിനെ നമുക്ക് ഇനിയും മാറ്റാം. ഇതിന് മാറ്റുമ്പോൾ 2 × 4 8, 8 + 3 11, 11/4, 11/4 n + 1, 11/4 n + 1 എന്ന് കിട്ടും. അപ്പോൾ ഇതാണെന്ത്? നാച്ചുറൽ നമ്പർ. ഓക്കെ, ഞങ്ങളുടെ പകുതിയും അതിൻ്റെ പകുതിയും ഒന്നും ചേർന്നാൽ കിട്ടുന്ന നാച്ചുറൽ നമ്പർ ഇതാണ്. ഇനി നമുക്ക് 2 സീക്വൻസ് എഴുതണം. ആ 2 സീക്വൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഞങ്ങളെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ്, പിന്നെ നാച്ചുറൽ നമ്പറിനെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ്. ഇങ്ങനെ 2 സീക്വൻസ് എഴുതണം. ആ 2 സീക്വൻസിൻ്റെയും ആൾജിബ്രായിക് ഫോമും നമ്മൾ എഴുതണം. അപ്പോൾ ഇതൊരു ജനറൽ ഫോമാണ്. ഓക്കെ, ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം എന്നാണ്. ഇപ്പം ഞങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എണ്ണമാണ്. കറക്റ്റ് എണ്ണം കിട്ടണമെങ്കിൽ ഈ 1 ഒരു നാച്ചുറൽ നമ്പറാണെന്ന് നമുക്കറിയാം, ഇതും ഒരു നാച്ചുറൽ നമ്പറായി മാറണം. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു എണ്ണം കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു നാച്ചുറൽ നമ്പറായി മാറണമെങ്കിൽ ഈ 4 ഇവിടുന്ന് പോകണം. ഈ 4 പോകണമെങ്കിൽ
ഇവിടെ വരുന്നത് 4ഓ 4ൻ്റെ മൾട്ടിപ്പിൾസോ ആണ്. അപ്പോൾ ഇവിടെ 4 വന്നു വിചാരിക്കുക. അപ്പോൾ 11/4 × 4 എന്നാണ്. അപ്പോൾ ഈ 4ഉം ഈ 4ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11 കിട്ടും. 11 + 1 എന്തായി മാറും? 12 ആയി മാറും. അപ്പോൾ ഏതാണ് ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് ചോദിച്ചാൽ 12 ആണ്. ഞങ്ങളെ സൂചിപ്പിക്കുന്ന ആദ്യത്തെ നമ്പർ ഏതാണെന്ന് വെച്ചാൽ 4 ആണ്. കാരണം ഇവിടെ 4 വന്നതുകൊണ്ട് ഈ 4 ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 4 കൊടുക്കണം. അപ്പം ഞങ്ങൾ എന്നതിനെ സൂചിപ്പിക്കുന്ന ആദ്യത്തെ നമ്പർ 4 ആണ്. ആ നമ്പർ n 4 ആകുമ്പോൾ കിട്ടുന്ന നാച്ചുറൽ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 11 + 1 12 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് 4ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ കൊടുക്കാം. 4ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എത്രയാണ്? 8 ആണ്. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 2. 2 × 11 22. 22 + 1 23. ഓക്കെ, അപ്പോൾ അടുത്ത നാച്ചുറൽ നമ്പർ 23 ആണ്. ഞങ്ങളെ സൂചിപ്പിക്കുന്ന അടുത്ത നമ്പർ ഏതാണ്? 8 ആണ്. പിന്നെ നമുക്ക് കൊടുക്കാവുന്നത് 4ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 12 ആണ്. ഇവിടെ 12 കൊടുത്തു കഴിഞ്ഞാൽ 12 / 3 12 / 4 = 3 എന്ന് കിട്ടും. അപ്പോൾ 3 × 11 33. 33 + 1 എത്രയാവും? 34 ആവും. ഓക്കെ, അപ്പോൾ അടുത്ത നാച്ചുറൽ നമ്പർ എത്രയാണ്? 34 ആണ്. അപ്പോൾ ഇവിടെ ഞങ്ങളെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സ് എന്താണ്? n ആണ്. ആ n എന്നുള്ളത് മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണ്. അപ്പോൾ n ന് നമുക്ക് കൊടുക്കാവുന്ന വാല്യൂസ്, ഓക്കെ, n ഈസ് മൾട്ടിപ്പിൾസ് ഓഫ് 4. അപ്പോൾ n ന് കൊടുക്കാവുന്ന വാല്യൂസ് ഏതാണ്? 4, 8, 12 എക്സെട്ര. ഇതാണ് n ന് കൊടുക്കാവുന്ന നമ്പേഴ്സ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഞങ്ങൾ എന്നതിനെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞു. ആ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ xn = dn + f - d. ഓക്കെ, ഇവിടെ 4, 8, 12 എക്സെട്ര. അപ്പോൾ കോമൺ ഡിഫറൻസ് d = 4 ആണ്. അപ്പോൾ dn എന്ന് പറഞ്ഞാൽ 4n + 4 - 4. ഫസ്റ്റ് ടേം ഈസ് 4 ആൻഡ് കോമൺ ഡിഫറൻസ് ഓൾസോ ഈസ് 4. സോ 4 - 4 = 0. വി ഗെറ്റ് 4n. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? 4n ആണ്. മറ്റൊരു രീതിയിൽ നമുക്ക് ആലോചിക്കാം. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, തുടങ്ങുന്ന അതേ നമ്പർ തന്നെയാണ് കോമൺ ഡിഫറൻസ് എങ്കിൽ ഇവിടെ 4ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, കോമൺ ഡിഫറൻസ് 4 ആഡ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ, ദിസ് സീക്വൻസ് ഈസ് എ സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 4. ഓക്കെ, മൾട്ടിപ്പിൾസ് ഓഫ് 4നെ സൂചിപ്പിക്കാൻ എന്ത് എഴുതിയാൽ മതി? 4 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 4n ആണ് എന്ന് നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് കിട്ടി, അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ സീക്വൻസിലേക്ക് നമ്മൾ പോവാണ്. നാച്ചുറൽ നമ്പർ എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? സം ടോൾഡ് ബൈ ദ ബേർഡ്. ആ ബേർഡ് പറയുന്ന സമ്മാണ്. ഞങ്ങളും ഞങ്ങളുടെ പകുതിയും അതിൻ്റെ പകുതിയും ഒന്നും ചേർന്നാൽ നാച്ചുറൽ നമ്പർ ആകുമെന്ന് പറഞ്ഞ ആ സമ്മാണ്. ഓക്കെ, ആ സം ഏതൊക്കെയാണ്? 12, 23, 34 എക്സെട്ര ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു എന്ത് ചെയ്തു? ഇവിടെ 4 കൊടുത്താൽ, 8 കൊടുത്താൽ, 12 കൊടുത്താൽ, 16 കൊടുത്താൽ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന നമ്പർ, അങ്ങനെ കിട്ടുന്ന നമ്പേഴ്സാണ് ഏതെല്ലാം? 12, 23, 34 എക്സെട്ര. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സീക്വൻസ് കിട്ടി. ഓക്കെ, ദെൻ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മൾ കാണണം. ദാറ്റ് ഇസ് xn = dn + f - d. അപ്പോൾ 12 + 11 ആണ് 23. അല്ലെ, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 ആണ്. സോ dn മീൻസ് 11n + f - d 12 - 11. ഓക്കെ, 12 - 11 = 1 ആണ്. ഓക്കെ, അപ്പോൾ 11n + 1 അതാണ് ഈ രണ്ടാമത്തെ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കാണാം. പ്രൂവ് ദാറ്റ് ദി അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഒരു സീക്വൻസ് തന്നു. ആ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 1/3 ആണ്, അതിൻ്റെ കോമൺ ഡിഫറൻസ് 1/6 ആണ്. അങ്ങനെയുള്ളൊരു അരിത്തമെറ്റിക് സീക്വൻസിൽ കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അടങ്ങിയിരിക്കുന്നു. നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എന്നല്ല, വേറെ നമ്പേഴ്സ് ഉണ്ടാവും, പക്ഷേ അതിനിടയിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ടേം ഈസ് 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് 1/6 എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഫസ്റ്റ് ടേം ഈസ് 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് 1/6. അപ്പോൾ xn നമ്മൾ ഓൾജിബ്രായിക്ക് ഫോം കാണുന്നു. dn + f - d d 1/6. അപ്പോൾ 1/6n + f - d 1/3 - 1/6. ഓക്കെ, ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? ഇതിനെ എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്യാനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മതി. ഓക്കെ,
അപ്പോൾ 3 എന്നുള്ളത് 6 ആക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഡബിൾ ചെയ്യാന്നർത്ഥം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡബിൾ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡബിൾ ചെയ്യണം. ഡിനോമിനേറ്ററിൽ എന്ത് ചേഞ്ചാണോ വരുത്തുന്നത് അത് തന്നെ നമ്മൾ ന്യൂമറേറ്ററിലും വരുത്തണം. ഓക്കെ, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയുള്ളൊരു മാറ്റം വരുത്തണം. അപ്പം നമ്മൾ 6 ആക്കാൻ വേണ്ടി ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ മേലെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡബിൾ ചെയ്യുന്നു. അപ്പോൾ ഇത് 2/6 ആയി മാറും. അപ്പോൾ 1/3 = 2/6. അപ്പോൾ 2/6 - 1/6 എന്ന് കിട്ടും. ഇപ്പം ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് 2 - 1 കണ്ടാൽ മതി. 2 - 1 ദാറ്റ് ഈസ് ന്യൂമറേറ്റർ. അപ്പോൾ ന്യൂമറേറ്റർ 1 എന്ന് കിട്ടി, 1/6 എന്ന് കിട്ടി. ഈ ടേം ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഈ ടേം 1/6 എന്ന് കിട്ടി. ഇവിടെ 1/6 n ഉണ്ട്. 1/6 n നമുക്ക് n/6 എന്ന് എഴുതാം, കാരണം 1 × n = n. സോ n/6. അപ്പോൾ ഇവിടെ രണ്ട് ടേംസിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞു. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ വേഗം കണ്ടെത്താൻ പറ്റും. n+1. n+1 ഈസ് ന്യൂമറേറ്റർ. ഓക്കെ, അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തായി മാറി? xn = n+1/6. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ സൂചിപ്പിക്കുന്നത് എന്തിനാണ്? അതിലുള്ള എല്ലാ ടേംസിനെയാണ്. എല്ലാ ടേംസിൻ്റെയും ജനറൽ ഫോമാണ് ഈ ഫോം. ഓക്കെ, ഇനി ഇതിൽ എന്തുണ്ട്? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അടങ്ങിയിരിക്കുന്നതെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ n പകരം നമ്മൾ 1 കൊടുത്തും വിചാരിക്കുക. അപ്പോൾ 1 കൊടുത്താൽ 1 + 1 2, 2/6 എന്ന് കിട്ടും. 2/6 എന്ന് പറഞ്ഞാൽ 1/3. 1/3 എന്നുള്ളത് നാച്ചുറൽ നമ്പർ അല്ല, അത് ഫസ്റ്റ് ടേമാണ്. ഓക്കെ, ഇനി നമ്മൾ 3 കൊടുത്തു, അല്ല 2 കൊടുത്തും വിചാരിക്കുക. അപ്പോൾ 2 + 1 3, 3/6. 3/6 എന്ന് പറഞ്ഞാൽ 1/2. അതും എന്തല്ല? നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ ഇതിൽ വരുന്നതെല്ലാം നാച്ചുറൽ നമ്പർ ആവണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നാച്ചുറൽ നമ്പർ അല്ലാത്തതും ഇതിലുണ്ട്. പക്ഷേ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇതിൻ്റെ അകത്ത് വരും എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരണമെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ 6 ആയതുകൊണ്ട് ന്യൂമറേറ്റർ എന്തായി മാറണം? 6 6ൻ്റെ മൾട്ടിപ്പിൾ ആവണം. ഇവിടെ 6 വന്നാൽ ഇപ്പോൾ n+1 പകരം 6 ആണെങ്കിൽ 6/6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നാച്ചുറൽ നമ്പറായി. ഇവിടെ 12 ആണെന്ന് വിചാരിക്കും ന്യൂമറേറ്ററിൽ. അപ്പോൾ 12/6. അപ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. അങ്ങനെ നമുക്ക് ഫസ്റ്റ് നാച്ചുറൽ നമ്പർ, സെക്കൻഡ് നാച്ചുറൽ നമ്പർ, തേർഡ് നാച്ചുറൽ നമ്പർ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്താണെങ്കിൽ ഈ n+1 എന്ന് പറയുന്നത് 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ 6, 12, 18 ഇങ്ങനെ വരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ n+1 എന്നുള്ളത് 6 ആയി മാറണമെങ്കിൽ n എത്ര ആയിരിക്കണം? n 5 ആണ്. 5 + 1 ആണ് 6. ഓക്കെ, അപ്പോൾ n-ൻ്റെ ഫസ്റ്റ് വാല്യൂ എത്രയാണ്? 5 ആണ്. പിന്നെ 6ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 12 ആണ്. അടുത്ത മൾട്ടിപ്പിൾ 12 ആണെങ്കിൽ ഇവിടെ 1 ഉള്ളത് കൊണ്ട് ഈ n എത്രയായി മാറുന്നു? 11 ആണോ? അപ്പോൾ 11 + 1 = 12. ഓക്കെ, 12/6 = 2 എന്ന് കിട്ടും. അപ്പോൾ n-ന് 5, 11, 17. ഇപ്പോൾ 17 കൊടുത്തും ചെയ്യും. 17 + 1 18. 18/6 = 3 എന്ന് കിട്ടും. അപ്പോൾ 5, 11, 17 എക്സെട്ര ഇങ്ങനെ n-ന് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് വാട്ട്? നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര. നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, therefore this sequence contains all natural numbers. അതുകൊണ്ട് ഈ സീക്വൻസിൽ, അതായത് ഫസ്റ്റ് ടേം 1/3-ഉം കോമൺ ഡിഫറൻസ് 1/6-ഉമായിട്ടുള്ള ആ അരിത്തമെറ്റിക് സീക്വൻസിൽ നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും കാണാൻ സാധിക്കും. പക്ഷേ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമല്ല ഉണ്ടാവുക. 1/3, 1/3, 1/2 പോലെയുള്ള ഫ്രാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്രാക്ഷൻസും ഉണ്ടാവും, നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടാവും. പക്ഷേ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും നമുക്കതിൽ കാണാൻ കഴിയും. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തു. അതിനുള്ള റീസൺസും നമ്മൾ പറഞ്ഞു. ഓക്കെ, എല്ലാം എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, എല്ലാം എന്ന് പറയണമെങ്കിൽ എപ്പോഴും നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടെങ്കിൽ മാത്രമേ എല്ലാം എന്നുള്ള പദം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടത്. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടപ്പോൾ n+1/6 കിട്ടി. ഇത് ശരിക്കും എന്ത് ചെയ്യുന്നു? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസിനെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 ഇങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് വ്യത്യസ്തമായ ടേംസ് കിട്ടും. പക്ഷേ ആ ടേംസിൽ 5 കൊടുക്കുമ്പോഴാണ് ആദ്യത്തെ നാച്ചുറൽ നമ്പർ കിട്ടുന്നത്. പിന്നെ 6, 7, 8, 9, 10 ഒന്നും കൊടുക്കുമ്പോൾ ഒന്നും നാച്ചുറൽ നമ്പർ കിട്ടില്ല. ഒക്കെ ഫ്രാക്ഷൻസ് ആണ് കിട്ടുക. പിന്നെ 11 കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത നാച്ചുറൽ നമ്പർ കിട്ടും. അതുപോലെ 12 മുതൽ 16 വരെയുള്ളത് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻസ് ആണ് കിട്ടുക. 17 കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത നാച്ചുറൽ നമ്പർ കിട്ടും. അപ്പോൾ ഈ സീക്വൻസിൽ ധാരാളം ഫ്രാക്ഷൻസും നാച്ചുറൽ നമ്പേഴ്സും കാണാം. ബട്ട് യു ക്യാൻ സീ ദാറ്റ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ദ ടേംസ് ഓഫ് ദ സീക്വൻസ്. ആ സീക്വൻസിലെ ടേംസ് ആണ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും നിങ്ങൾ കാണാൻ പറ്റും.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Fourth question, prove that the arithmetic sequence with first term 1/3 and common difference 2/3 contains all odd numbers but no even number. ഓക്കെ, ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അതിൻ്റെ ഫസ്റ്റ് ടേം 1/3 ആണ്, അതിൻ്റെ കോമൺ ഡിഫറൻസോ 2/3യുമാണ്. അങ്ങനെയുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ്. എല്ലാ ഓഡ് നമ്പേഴ്സും എവിടെ ഉണ്ടാവും? അതിലുണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് ടേം 1/3 കോമൺ ഡിഫറൻസ് 2/3 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് ഉണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ 1/3 എന്ന് പറയുന്ന ഓഡ് നമ്പർ അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പർ അല്ലാത്ത നമ്പേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ എന്ത് കാണാം? നമുക്ക് എല്ലാ ഓഡ് നമ്പേഴ്സും കാണാം, അല്ലെങ്കിൽ ആ സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ബട്ട് നോ ഈവൻ നമ്പർ. പക്ഷേ ഓഡ് നമ്പേഴ്സ് എല്ലാം ഉണ്ടെങ്കിലും ഒറ്റ ഈവൻ നമ്പർ പോലും ആ സീക്വൻസിൽ കാണാൻ പറ്റില്ല എന്നും നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, എല്ലാ ഓഡ് നമ്പേഴ്സും അടങ്ങിയിരിക്കുന്നു ആ സീക്വൻസിലുണ്ട്, എന്നാൽ ഒറ്റ ഈവൻ നമ്പർ പോലും ആ സീക്വൻസിലില്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിന് ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ഫസ്റ്റ് ടേം ഈസ് 1/3 ആൻഡ് ഡി ഈസ് ഈക്വൽ ടു 2/3 കോമൺ ഡിഫറൻസ്. ഓക്കെ, എല്ലാം ഓഡ് നമ്പേഴ്സ് എല്ലാം ഇതിലുണ്ട്, ഈവൻ നമ്പർ ഒറ്റൊന്നു പോലും ഇല്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ എന്ത് കാണണം? ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ കാണണം. അതുകൊണ്ടാണ് ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ കാണുന്നത്. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d ആൻഡ് d ഈസ് ഈക്വൽ ടു 2/3. സോ 2/3n പ്ലസ് 1/3 മൈനസ് 2/3. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ്ലി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 1 - 2 ഈസ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ -1ഉം ഡിനോമിനേറ്റർ 3 ആയി മാറും. അപ്പോൾ 2/3n ഇവിടെ ഇതെന്തായി മാറും? -1/3. അതാണ് -1/3. അപ്പോൾ ഇവിടെ രണ്ടും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് കോമൺ ഡിനോമിനേറ്റർ 3 എന്ന് എഴുതാം. ന്യൂമറേറ്റർ 2 × n 2n -1, അതായത് 2n - 1 എന്നായി മാറും. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണെന്ന് ചോദിച്ചാൽ 2n - 1/3 ആണ്. അതായത് ഈ സീക്വൻസിലെ എല്ലാ ടേംസിനെയും സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കാം എന്നർത്ഥം. ഓക്കെ, ഇനി ഈ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻ 2n - 1/3 എക്സ്പ്രഷനിലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് നോക്കാം. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2n - 1 ആണ്. ഈ 2n - 1 എന്നുള്ളത് ഈസ് എൻ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ഓൾ ഓഡ് നമ്പേഴ്സ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എല്ലാ ഓഡ് നമ്പേഴ്സിനെ സൂചിപ്പിക്കുന്ന ഓൾജിബ്രായിക് എക്സ്പ്രഷനാണ് 2n - 1 എന്നുള്ളത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, xn ഈസ് ഈക്വൽ ടു 2n - 1. ഇവിടെ n-ന് 1 കൊടുത്താൽ 2 × 1 2 - 1 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ഓഡ് നമ്പർ കിട്ടി. 2-ന് 2 കൊടുത്തു വിചാരിക്കുക. അപ്പോൾ 2 × 2 - 1. അപ്പോൾ 4 - 1 ഈസ് ഈക്വൽ ടു 3, സെക്കൻഡ് ഓഡ് നമ്പർ. ഓക്കെ, നെക്സ്റ്റ് 2 × 3 - 1, 2 × 3 6, 6 - 1 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ തേർഡ് ഓഡ് നമ്പർ. ഇങ്ങനെ 1 3 5 ഇങ്ങനെ ഓഡ് നമ്പേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. എന്ത് കൊടുക്കുമ്പോൾ? 1 2 3 4 ഇങ്ങനെ n-ന് മാറി മാറി വാല്യൂസ് കൊടുക്കുമ്പോൾ. അപ്പോൾ ഈ 2n - 1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ഓൾ ഓഡ് നമ്പേഴ്സ്. എല്ലാ ഓഡ് നമ്പേഴ്സിനെ സൂചിപ്പിക്കുന്ന ഓൾജിബ്രായിക് എക്സ്പ്രഷനാണ് 2n - 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ന്യൂമറേറ്റർ എന്താണ്? ഓഡ് നമ്പറാണ്. എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ എപ്പോഴും എന്ത് മാത്രമേ വരുന്നുള്ളൂ? ഓഡ് നമ്പർ മാത്രമേ വരുന്നുള്ളൂ. സോ 2n - 1 ഈസ് ഓഡ് നമ്പർ. ദാറ്റ് ഈസ് 1 3 5 7 എക്സെട്ര. അപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 3 5 7 എക്സെട്ര ഇങ്ങനെയുള്ള നമ്പേഴ്സാണ്. ദർഫോർ വി ഗെറ്റ് ഓൾ ഓഡ് നമ്പേഴ്സ്. അതുകൊണ്ട് എല്ലാ ഓഡ് നമ്പേഴ്സും നമുക്ക് കിട്ടും. അതായത് 1 3 5 എക്സെട്ര എന്നുള്ള ഓഡ് നമ്പേഴ്സ് കിട്ടും. വെൻ 2n - 1 ഈസ് 3 9 15 എക്സെട്ര. ഓക്കെ, എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണ്? 3 ആണ്. അപ്പോൾ മേലെ 1 കിട്ടണമെന്ന് വിചാരിക്കുക. ഈ എക്സ്പ്രഷൻ ഒന്നായിട്ടൊരു ഓഡ് നമ്പറായി മാറണമെന്ന് വിചാരിക്കുക. അങ്ങനെ ആയി മാറണമെങ്കിൽ ഈ മുകളിലുള്ള ന്യൂമറേറ്ററിലുള്ള 2n - 1 എന്ന് പറയുന്ന ഓഡ് നമ്പർ ഏതായിരിക്കണം? 3 ആയിരിക്കണം. അപ്പോൾ 3/3 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 2n - 1 3 ആവണം. ഇനി 6 ആവാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? 6 ഈവൻ നമ്പറാണ്. അടുത്ത ഈവൻ നമ്പർ ഏതാ? അടുത്ത ഓഡ് നമ്പർ ഏതാ? 3 കഴിഞ്ഞാൽ 5 ആണ് ഓഡ് നമ്പർ. 5 വന്നാൽ 5/3. 5/3 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് 5/3 എന്താവില്ല? ഓഡ് നമ്പർ ആവില്ല. ഓക്കെ, പിന്നെ വരുന്നത് ഏതാണ്? 7 ആണ്. 7/3 ഓഡ് നമ്പർ അല്ല. പിന്നെ വരുന്നത് 9 ആണ്. ഓക്കെ, 9 വന്ന് 9/3 ഈസ് ഈക്വൽ ടു 3. 3 ഈസ് എൻ ഓഡ് നമ്പർ. ഓക്കെ,
അപ്പോൾ ഇവിടെ മേലെ വരുന്ന നമ്പേഴ്സ് എല്ലാം ഓഡ് നമ്പറാണ്. പക്ഷേ എല്ലാ ഓഡ് നമ്പറും വരുമ്പോൾ എന്ത് കിട്ടുന്നില്ല, നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടുന്നില്ല. കാരണം ഡിനോമിനേറ്ററിൽ എന്തുണ്ട്, 3 ഉണ്ട്. അപ്പോൾ മേലെ വരുന്ന നമ്പർ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം, 1, 3, 5 എന്നിവ കിട്ടണം. അപ്പോൾ മേലെ വരുന്ന നമ്പർ എല്ലാം ഓഡ് നമ്പർ ആവണമെന്ന് മാത്രമല്ല, അതെന്തിൻ്റെ മൾട്ടിപ്പിൾ ആവണം, 3ൻ്റെ മൾട്ടിപ്പിൾ കൂടെ ആവണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഓഡ് നമ്പേഴ്സ് കിട്ടൂ. ദെർഫോർ വി ഗെറ്റ് ഓൾ ഓഡ് നമ്പേഴ്സ് 1, 3, 5 എക്സെട്ര വെൻ 2n - 1 ഈസ് 3, 9, 15. ഇവിടെ 3 വന്നാൽ 3/3 1, പിന്നെ 9 വന്നാൽ 9/3 3, 15 വന്നാൽ 15/3 = 5. ഓക്കെ, അപ്പോൾ 2n - 1ന് പകരം എന്ത് വരണം, 3, 9, 15 എക്സെട്ര വരണം. അതല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ കൂടെ പറയാം. വെൻ n = 2, 5, 8 എക്സെട്ര. എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നാൽ മതി, 2 വരിക, അല്ലെങ്കിൽ 5 വരിക, അല്ലെങ്കിൽ 8 വരിക, എക്സെട്ര അങ്ങനെ വരിക. ഓക്കെ, ഇവിടെ 2 വന്നാൽ എന്ത് കിട്ടും, 2 × 2 4, 4 - 1 3 ആയി. അപ്പോൾ 3/3 എത്രയായി, 1 ആയി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഡ് നമ്പർ കിട്ടി. ഓക്കെ, പിന്നെ 5 വരണം. 5 വന്നാൽ 2 × 5 10, 10 - 1 9, 9/3 എത്രയായി, 3 കിട്ടി. അപ്പോൾ സെക്കൻഡ് ഓഡ് നമ്പർ കിട്ടി. അടുത്തത് 8 വരണം. അപ്പോൾ 2 × 8 16, 16 - 1 15, 15/3 = എത്രയായി, 5 ആയി. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടും. അങ്ങനെ എല്ലാ ഓഡ് നമ്പേഴ്സും ഈ സീക്വൻസിലുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, വെൻ 2n - 1 ഈസ് 3, 9, 15 എക്സെട്ര, ഓർ വെൻ n = 2, 5, 8 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, ഈ സീക്വൻസിൽ എന്തുണ്ട്, എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, എല്ലാ ഓഡ് നമ്പേഴ്സും വരുന്നത് എപ്പോഴാണ്, ഈ 2n - 1 എന്നുള്ള ന്യൂമറേറ്റർ എന്തായി മാറുമ്പോഴാണ്, 3, 9, 15 എക്സെട്ര വരുമ്പോഴാണ്. അതല്ലെങ്കിൽ n = 2, 5, 8 എക്സെട്ര ആകുമ്പോഴാണ്. അപ്പോൾ 2 + 3 5, 5 + 3 8, അടുത്ത നമ്പർ ഏതായിരിക്കും, 11 ആയിരിക്കും, അടുത്ത 14 ആയിരിക്കും. അതങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടിരുന്നാൽ, എന്നിൻ്റെ പൊസിഷനിൽ കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1, 3, 5, 7 എക്സെട്ര എന്നുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും കിട്ടും. സോ ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ഇതിൽ ഒറ്റ ഈവൻ നമ്പർ ഇല്ല എന്നാണ്. ദർ ഇസ് നോ ഈവൻ നമ്പർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ 2n - 1/3 to become even number, 2n - 1 must be an even number which is a multiple of 3. ഓക്കെ, ഈവൻ നമ്പർ ആവണമെങ്കിൽ ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ എക്സ്പ്രഷൻ ഈവൻ നമ്പറായി മാറണമെങ്കിൽ എന്ത് സംഭവിക്കണം, മുകളിൽ വരുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആവണം. അപ്പോൾ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, മാത്രമല്ല മുകളിൽ വരുന്നത് 2ൻ്റെ മൾട്ടിപ്പിളും ആവണം. ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത, ദാറ്റ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് 2. അപ്പോൾ ന്യൂമറേറ്റർ മൾട്ടിപ്പിൾ ഓഫ് 2 ആവണം, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഓഫ് 3യും ആയി മാറണം. ഓക്കെ, എങ്കിൽ മാത്രമേ എന്തിന് ചാൻസ് ഉള്ളൂ, ഈവൻ നമ്പേഴ്സ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ മൾട്ടിപ്പിൾ ഓഫ് 2 ആവണമെങ്കിൽ ആകുകയാണെങ്കിൽ അതെന്തായി മാറും, ഈവൻ നമ്പറായി മാറും. പക്ഷേ ന്യൂമറേറ്റർ എന്താണ്, ഓഡ് നമ്പറാണ്, ഓഡ് നമ്പർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒറ്റ ഓഡ് നമ്പറും എന്തല്ല, മൾട്ടിപ്പിൾ ഓഫ് 2 അല്ല. ഓക്കെ, അതുകൊണ്ട് എന്തുണ്ടാവില്ല, ഒരിക്കലും ഈ എക്സ്പ്രഷനിൽ അല്ല ഈ സീക്വൻസിൽ എന്തുണ്ടാവില്ല, ഈവൻ നമ്പർ ഉണ്ടാകുകയില്ല. ഓക്കെ, ഫോർ 2n - 1/3 to become even number, 2n - 1 must be an even number which is a multiple of 3. 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈവൻ നമ്പർ വരണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആദ്യം 6 വരണം. ഇപ്പോൾ 6 വന്നാൽ മേലുള്ളത് 6 ആയി കഴിഞ്ഞാൽ 2 × 3 6. അപ്പോൾ ആ 3യും 3യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 എന്നുള്ള ഓഡ് നമ്പർ കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ എന്ത് വരണം, അടുത്തെന്ത് വരണം, 4 × 3 12 വരണം. 12 വരണം. അപ്പോൾ ആ 3യും 3യും ക്യാൻസൽ ചെയ്തിട്ട് മേലെ എന്ത് കിട്ടും, 4 കിട്ടും. അപ്പോൾ അടുത്ത ഈവൻ നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ മേലെ ഏതൊക്കെ വരണം എന്ന് വെച്ചാൽ 2n - 1 must be an even number which is a multiple of 3. 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈവൻ നമ്പർ വരണം. അപ്പോൾ ഏതൊക്കെ വരണം, 6 വരണം,
12 വരണം, 18 വരണം. ഓക്കെ, അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇവൻ നമ്പറായി മാറുകയുള്ളൂ. പക്ഷേ ഈ ന്യൂമറേറ്റർ ഒരിക്കലും ഈ 6, 12, 18 ഒന്നും ആവാൻ പറ്റില്ല. കാരണം ന്യൂമറേറ്റർ ഈസ് ഓൾവേസ് an odd number because 2n minus 1 is an odd number. Okay, but 2n minus 1 is odd. Okay, therefore the sequence contains no even number. അതുകൊണ്ട് ഈ സീക്വൻസിൽ എന്തില്ല, ഒറ്റ ഈവൻ നമ്പർ പോലും ഇല്ല. ഓക്കെ, ഒറ്റ ഈവൻ നമ്പർ പോലും ഈ സീക്വൻസിൽ ഇല്ല. അപ്പോൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്തു. ഒന്ന്, ഈ സീക്വൻസിൽ എന്തില്ല, ഒറ്റ ഈവൻ നമ്പറും ഇല്ല. മറ്റൊന്ന്, ഈ സീക്വൻസിൽ എന്തുണ്ട്, എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കൃത്യമായി ക്ലാസ് കണ്ട് മനസ്സിലാക്കുക, നോട്ട്സ് എഴുതുക. ഓക്കെ, താങ്ക് യു.